ഹലോ, അത് നമ്മളൊന്ന് രാവിലെയാണ് പുറത്തൊന്ന് പോവാണ്. ചെറിയ ചെറിയ ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ തന്നെ പോവാണ്ട്. കാരണം വെച്ചാൽ വൈകുന്നേരം ചിലപ്പോൾ നമ്മൾ കടകളൊക്കെ ചിലപ്പോൾ അടച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ രാവിലെ പോയട്ടോ. അങ്ങനെ നമ്മളവിടെ ഷോപ്പിൽ എത്തിയപ്പോഴേക്കും ഏത് ഫ്രൈ പാൻ എടുക്കണം എന്നുള്ള ആകെ ഒരു കൺഫ്യൂഷനാണ് കേട്ടോ. വലുതെടുക്കണോ ചെറുതെടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം നല്ല രീതിക്ക് നോക്കിയപ്പോഴേക്കും ചേട്ടൻ പറഞ്ഞു ചെറുതെടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കറികളൊന്നും അതിൽ കൊള്ളില്ലല്ലോ. അപ്പൊ നമുക്ക് ഈ ഒരു വലിയൊരു പാൻ തന്നെ എടുക്കാമെന്ന് കരുതി നമ്മൾ വലുത് തന്നെ സെലക്ട് ചെയ്തിട്ടോ. അത്യാവശ്യം നല്ലൊരു കമ്പനിയിൽ തന്നെയാണ് നമ്മൾ എടുത്തത് കേട്ടോ. കമ്പനിയുടെ പേര് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് മറന്നുപോയതാണ് കേട്ടോ. ഇനി ചെക്ക് ചെയ്യണം കേട്ടോ. പുതിയൊരു കമ്പനിയാണ് പേരാണ് കേട്ടോ. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എന്തായാലും സംഭവം കൊള്ളാട്ടോ. അപ്പൊ എന്താ നമ്മളൊരു പാനൊക്കെ എടുത്തു. പിന്നെ അവിടുന്ന് നേരെ എനിക്ക് കുറച്ച് ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, എനിക്ക് കുറച്ച് കമ്മല്, പിന്നെ നെയിൽ പോളിഷ്, പിന്നെ നോസ് പിന്നൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഷോപ്പിൽ കയറി അവിടെ നിന്നെല്ലാം സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിവാ ബേബിക്ക് അവിടെ ടോയ്സ് കണ്ണിൽ പെട്ടത് കേട്ടോ. അപ്പൊ ഒരുപാട് ടോയ്സിന്റെ കളക്ഷൻസ് ആ കടയിലുണ്ട് കേട്ടോ. പക്ഷേ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു എല്ലാം കേട്ടോ. ചെറിയ കാറിനൊക്കെ വരെ നല്ല റേറ്റുള്ള ഒരു ഷോപ്പായിരുന്നു സംഭവം. പക്ഷെ നല്ല അടിപൊളിയാണ് കേട്ടോ. നിവാ ബേബിക്ക് അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഓരോ ആഴ്ചയിലും പുറത്തിറങ്ങുമ്പോഴും ടോയ്സ് എന്തെങ്കിലും അവന് മേടിച്ചേ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമ്മള് ചെറിയ കാറുകൾ നോക്കുമ്പോഴേക്കും എന്താണ് എല്ലാത്തിനും അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു കാറിന് വന്നിട്ട് അതിന്റെ റേറ്റ് വരുന്നത് 250 ആണ് കേട്ടോ. അപ്പൊ നല്ല വിലയുള്ള ഒരു സംഭവം തന്നെയാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ചെറിയ രീതിയിൽ ഒരു ചെറിയ പർച്ചേസിംഗ് ഒക്കെ നടത്തി നമ്മൾ കാർ പാർക്ക് ചെയ്യുന്ന അവിടെ വന്നപ്പോഴേക്കും ചേട്ടന് ഒരു 100 രൂപ അവിടെ നിന്ന് കളഞ്ഞു കിട്ടിയിട്ടോ. ചെടിയൊക്കെ പോണ്ട് കളക്കുമായിരുന്നു കേട്ടോ പൈസ. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ ഫ്രൂട്ട് വാങ്ങിക്കാൻ വന്നു. ഓറഞ്ചും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ചു പോകുന്നുണ്ട്. അപ്പൊ വരുന്ന വഴിക്ക് നോക്കുമ്പോൾ നല്ല മഴക്കാരുണ്ട്. വീടെത്തിക്കിട്ടോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് മഴ പെയ്യും ചാൻസ് ഉണ്ട്. അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങി നേരെ നമ്മൾ വീട്ടിൽ വന്നു. പിന്നെ നിവാ ബേബി ആ ഒരു ഫ്രൈ പാനൊക്കെ ഇട്ട് ഭയങ്കര കളിയായിരുന്നേ. ഇനിയിപ്പോ നാളെ ഇതില് വേണം കുക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ഇത് കൊണ്ടുവന്നപ്പോ മുതൽ നിവാ ബേബി അതില് പാപ്പ ഉണ്ടാക്കി താമ എന്ന് പറയുന്നത് പുറകെ നടക്കാണ്. അപ്പൊ ഞാൻ പറയും നാളെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നിർത്തിയേക്കുവാണ് കേട്ടോ. അപ്പൊ എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ എനിക്ക് ഈ ഒരു ഫ്രൈ പാൻ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ഇട്ട് കാണാം. ബൈ.